നമ്മൾ ഇപ്പോൾ ഉള്ളത് സേലാ പാസിലാണ്. ഏകദേശം 13,700 അടി ഫീറ്റിലാണ്. ഈ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ കാഴ്ചയുണ്ട്. ഇപ്പൊ ഏകദേശം 6 മണിയായി. നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കോടോണ്ട് ഈ ഒരു മല മൂടി കിടക്കണേട്ടാ. കാണുമ്പോ എന്താ മേഘമാണ്. ഇതിൽ മേഘമുണ്ട്, കോടയുണ്ട് കേട്ടാ. ശരി, അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നേട്ടാ. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭാരതാണ്. പിന്നെ കൈയൊക്കെ ഫ്രീസായി പോണ തണുപ്പാണ് കേട്ടാ. ഈ കാഴ്ച നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു കാഴ്ച വേറെ ഒരാൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ സെലാപാസിൽ ഈ ഒരു 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു കിടില കാഴ്ച കാണാൻ പറ്റുള്ളൂ. പക്ഷെ കൂടുതൽ ആൾക്കാരും ഈ ഒരു ടൈമിൽ സെലാപാസ് കയറാറില്ല. ഒരു 9 മണി 10 മണി ആ ടൈമാകുമ്പോൾ വരുള്ളൂ. അപ്പൊ അവർക്കൊക്കെ എന്തായാലും മിസ്സായിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു കാഴ്ച. അവിടെ നമ്മുടെ സൂര്യൻ ചേട്ടൻ വന്നിപ്പുണ്ട്. സൂര്യൻ ചേട്ടൻ്റെ ആ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ല കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഇതാ കാണാണ്ട സെലാപാസ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. ഇവിടെ ഒന്നും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ കഫേയിൽ ഉള്ള ഒരു പട്ടാളക്കാരുണ്ട്, അല്ലാണ്ട് വേറെ ആരുമില്ല കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മൾ സെലാപാസിന്റെ വീഡിയോ എടുക്കണേട്ടാ. വെൽക്കം ടു തവാങ്. തവാങ്ങിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ് സെലാപാസ് കേട്ടാ. ഇന്ന് സൈക്കിൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്നലെ വൈകിട്ട് വന്നേട്ടാ. ഏകദേശം 4:30 കഴിഞ്ഞ് നമ്മൾ ഇവിടെ അടുത്താണ് തങ്ങിയേട്ടാ. അപ്പോൾ ഇവിടെയാണ് തങ്ങിയത്. അപ്പോൾ ഇവിടെ ഒരു കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട്, മാഗി ഉണ്ട്. പിന്നെ അവിടെയും ഒരു കഫേ ഉണ്ട് കേട്ടാ. അപ്പം ഇനി ഇവിടുന്ന് റൈറ്റ് പോയിക്കഴിഞ്ഞാൽ തവാങ്, ഇവിടുന്ന് ലെഫ്റ്റ് പോയിക്കഴിഞ്ഞാൽ ഭൂട്ടാൻ ബോർഡർ കേട്ടാ. അങ്ങനെ ഫൈനലി മക്കളെ നമ്മൾ കണ്ടൊരു സ്വപ്നങ്ങളിലൊന്നായ ഒരു സ്ഥലം എത്തിയേട്ടാ. ഇതൊക്കെ ഞാൻ ഫോട്ടോയിൽ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ വന്നിരുന്നത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത്. സന്തോഷമായി. ആ ഒരു കഫേയിൽ ചായയിലാട്ടാ. അപ്പം നമ്മൾ ഇവിടെ ഒരു കഫേ ഉണ്ടായിരുന്നു, അവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ട്. അതായത് ആ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നേട്ടാ. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് വെയിൽ ശരിക്കും ഒന്ന് മുഖത്തേക്ക് അടിക്കണേട്ടാ. നല്ല തണുപ്പാണ് മക്കളെ. ഇന്നലെ -6 -7 ഞാനിവിടെ എത്രേൻ്റെ മണിക്ക് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ നോക്കി, രാത്രി കാണിച്ചത് -6 -7 കേട്ടാ. സ്നോഫോൾ ഒന്നും ഉണ്ടാകുന്നില്ല. ഞാൻ വെച്ചാൽ സ്നോഫോൾ ഉണ്ടാകുന്നു. -6 -7 എനിക്കറിയില്ല കേട്ടോ. സ്നോഫോൾ ആ ടൈമിലൊക്കെ ഉണ്ടാകണേണെന്ന്. ഇവിടെ ചായ കുടിച്ചിട്ട് ഇറങ്ങാലാന്ന് വെച്ച് അവിടെ ചായ ഇല്ല കേട്ടാ. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കുടിക്കാമായിരുന്നു. കാരണം നമ്മൾ ഇന്നലെ താമസിച്ചത് അവിടെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. താമസിച്ച വീഡിയോ എടുക്കാനേ വരുന്നില്ല. എന്നോട് അവർ പറഞ്ഞ് നിങ്ങൾ അവിടെ താമസിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കരുത്. ജസ്റ്റ് പറഞ്ഞൊന്നുമില്ല, അല്ലാണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇനിയിപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകും, കാരണം ഇതുവരെയും അവിടെ ആരും തങ്ങിയിട്ടില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇന്നലെ നമുക്ക് ചായ കുടിച്ചിട്ട് പയ്യോട്ട് തുടങ്ങാം കേട്ടോ. പല്ലൊക്കെ ഫ്രീസായിട്ടിരിക്കണേട്ടാ. നമ്മളെ ഈ ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചിറങ്ങിയിട്ടാ. അപ്പോൾ ഈ ഒരു ഗേറ്റ് ക്രോസ് ചെയ്താണ് വന്നത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വെൽക്കം ടു വെസ്റ്റ് കമാങ്, അതായത് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ് വെസ്റ്റ് കമാങ് എന്നിട്ടാ. ശരിക്കും ഈ ഒരു ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞ് വെസ്റ്റ് കമാങ് ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ ഇത്ര നാൾ യാത്ര ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാ. ഇനി ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. ഇതൊരു ചെറിയൊരു ലേക്കാണ് കേട്ടോ. സെലാ ലേക്ക് അല്ല, ഇതൊരു ചെറിയൊരു കുഞ്ഞ് ലേക്കാണ് കേട്ടോ. അടിപൊളിയല്ല കാണാൻ വേണ്ടി. നല്ല തണുപ്പുണ്ട് മക്കളെ. ആ ഒരു മലയിലൊക്കെ ഐസ് ഉണ്ട് കേട്ടാ, അല്ലേ? ഐസ് വീണ നടപ്പുണ്ട്. ഐ ലവ് സേല ബോർഡർ റോഡ് ഓർഗനൈസേഷൻ PR വേണ്ട. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. ഐ ലവ് സേല. പിന്നെ ഈ അടിയിൽ കാണുന്നതാണ് സേല ലേക്ക് കേട്ടാ. നമുക്ക് അടിയിലേക്ക് ഇറങ്ങാം. എന്താ പറയാന്ന് എനിക്ക് അറിയാം കേട്ടോ. നല്ല തണുപ്പുണ്ട്. ആ ഒരു റൂട്ടൊക്കെ ഭൂട്ടാൻ ബോർഡർ പോകുന്ന റൂട്ടാട്ടാ. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഭൂട്ടാൻ്റെ ബോർഡറൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ അതേ ആർമിയുടെ വണ്ടിയൊക്കെ വന്നത് കേട്ടോ അവിടെ നിന്ന്. കാറ്റ് കൂടിയ മക്കളെ, കാറ്റ് കൂടിയ രക്ഷയില്ല. ഇതാണ് സേല ലേക്ക് കേട്ടോ. നമുക്ക് എന്തായാലും അടിയിലേക്ക് ഇറങ്ങാം. നല്ല കാറിൻ്റെ ക്യാമ്പാട്ടാ. അത് കാരണം അങ്ങോട്ടേക്ക് അധികം സൂം ചെയ്യാനുള്ള. അതുപോലെ തന്നെ ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ടല്ലോ, ചായ കടകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 13,700 ഫീറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയുള്ള ഒരു ചായക്കടകളാട്ടാ. പിന്നെ ഒരുപാട് ക്ലബ്ബുകൾ ഇവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് പരിചയമുള്ള ക്ലബ്സ് ഒന്നും ഇല്ല കേട്ടാ. എനിക്ക് അങ്ങനെ വലിയ ക്ലബ്ബുകളായിട്ടൊന്നും പരിചയമൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ്.
നമ്മളെ ഇറങ്ങി പോണ റൂട്ടാണ്. അതിൻ്റെ സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ആരും ഇല്ല കേട്ടോ, ടൂറിസ്റ്റുകൾ ആരും ഇല്ല, സമാധാനമാണ്. ശരിക്കും ഇവിടെ നിന്നൊക്കെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടല്ലോ ഡിറാങ്ങിന്നായിരിക്കും വന്നത്. അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവരും ഹോൾട്ട് ചെയ്യണത് ഡിറാങ്ങിലായിരിക്കും അത്യാവശ്യം ഹോം സ്റ്റേ ഉള്ള സ്ഥലം കേട്ടോ. ഡിറാങ്ങിൽ സ്റ്റേ ചെയ്തിട്ടാണ് പിറ്റേ ദിവസം രാവിലെ എത്തണത്. ഡിറാങ്ങിന് ഏകദേശം 80 എത്ര സംതിങ് ഉണ്ട് കിലോമീറ്റർ സെലാ പാസിലേക്ക്. അപ്പോൾ ടൈം എടുക്കും. പിന്നെ രാവിലെയൊക്കെ നല്ല തണുപ്പായതുകൊണ്ട് അവരിറങ്ങാൻ വേണ്ടി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് ആൾക്കാർ കൊണ്ട് നിറഞ്ഞു തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ എന്ത് സമാധാനം എന്ന് നോക്കിയേ, ഒറ്റ മനുഷ്യരില്ല കേട്ടാ. നമ്മൾ മാത്രം. സമാധാനം എവിടെയുണ്ടോ അവിടെ ഉണ്ട് കേട്ടാ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാട്ടെ ഞാൻ വന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഇടക്കിടക്ക് നാവ് കുഴഞ്ഞു പോണത്. അതുകൊണ്ടാണ് കേട്ടോ. ക്ഷമിക്കുക എല്ലാവരും. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശരിക്കും നമ്മൾ ലഡാക്കൊക്കെ വന്നൊരു ഫീലാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ ആ ഒരു ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയേ. പിന്നെ അതുപോലെ തന്നെ ലൈറ്റൊക്കെ നോക്കി എന്ത് തെളിച്ചുകൊണ്ടാണ് ഇത് നോക്കിയാൽ. ഇതൊക്കെ ഫുള്ള് ടിബറ്റൻ മന്ത്രങ്ങളാണ് കേട്ടോ. അത് വെച്ച് കെട്ടിയേക്കാണ്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ബുദ്ധിസ്റ്റുകളാണ്. മൊൻപ എന്ന് പറയും കേട്ടോ. മൊൻപ എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റിൽപ്പെട്ട വിഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് വെറുതെ നടക്കാമെന്നുള്ളൂ. പക്ഷെ നമുക്ക് എന്തായാലും അടിയിലേക്ക് ഇറങ്ങണം. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുംല പാസ്സാണ്. 15,000 സംതിങ് ഫീറ്റ് ഉണ്ട്. എനിക്കറിയില്ല എത്രമാത്രം എനിക്ക് കയറാൻ പറ്റുമെന്ന്. കാരണം നമ്മൾ എന്താ പറയുക ഉംലിംഗിലേക്ക് കയറിയിട്ടോ. അതൊക്കെ 19,000 സംതിങ് ഫീറ്റ് ഉണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ കാലാവസ്ഥ ഇതല്ലായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ കയറിയേക്കുന്നത് നവംബർ പകുതിയായ ടൈമിലാണ് ഞാൻ നിൽക്കുന്നത്. അത് നമ്മൾ സൈക്കിളും കൊണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ. നമ്മൾ കൂടുതലും ടെൻറ്റാണ് ഉപയോഗിക്കുന്നത്, ഹോം സ്റ്റേസ് ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങാട്ടോ. അപ്പോൾ ഹോം സ്റ്റേസ് ഒന്നും എടുക്കാറില്ല, കൂടുതലും ടെൻറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ അത് കാരണം നമ്മളെ സംബന്ധിച്ച് കുറച്ച് പണിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് നോക്കി ഇവിടെയൊക്കെ ഫ്രീസായിട്ടിരിക്കുന്നുണ്ടാ ഉണ്ടല്ലേ. നമ്മൾ ലേക്കിൻ്റെ അവിടെ എത്തി. നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. ഫുള്ള് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നുണ്ടാ വെള്ളം. ഓ കിട്ടില്ല, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അതുപോലെ തന്നെ ഈ ഒരു ഇത് നോക്കിയാൽ ഫുള്ള് ഇങ്ങനെ ടിബറ്റൻ ഫ്ലാഗുകൾ കൊണ്ട് ഇങ്ങനെ മറച്ച് വെച്ചേക്കുന്നുണ്ടാ. അപ്പോൾ ചെറിയ രീതിയിൽ വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിൽ ഫീലാണല്ലോ. ഇത് നോക്കിയേ ഇവിടെയൊക്കെ ഐസായിട്ട് കിടപ്പുണ്ട് കേട്ടോ. ഞാൻ പറയില്ല -ഡിഗ്രി ആയതുകൊണ്ടാണ് ഐസായത്. ഇന്നലെ ഏകദേശം -6-7 ഡിഗ്രി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ ഇതായത് കേട്ടോ. ഇവിടെ നിന്ന് പോവാനും തോന്നല്ല. ചിലപ്പോൾ ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസായിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ മരിച്ച് കിടപ്പുണ്ടാവും. അങ്ങനത്തെ അവസ്ഥയിൽ പോട്ടെ. കാരണം ഈ ഒരു ലേക്കിൻ്റെ ഇതുണ്ടാവും, തണുപ്പുണ്ടാവും. പിന്നെ കാറ്റടിക്കുമ്പോഴുള്ള തണുപ്പുണ്ടാവും. എന്തായാലും സെറ്റാകട്ടെ മക്കളെ. നിങ്ങൾ എന്തായാലും വന്നോട്ടെ എവിടെയൊക്കെ. അങ്ങനെ നമ്മളിപ്പോൾ മേളിൽ കയറിയേട്ടാ. ഇനി പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചൊരു കാര്യം പറയാൻ വന്നു കേട്ടാ. ഇത് ഡിസംബർ ജനുവരി ആ ഒരു ടൈമിലുള്ള കാഴ്ച ഉണ്ടാ. നവംബറിലാണ് ഇവിടെ കൊടുത്തേക്കണം. പക്ഷെ നവംബറിൽ ഇതുവരെ ഇങ്ങനെ ആയിട്ടില്ല. ആവൂട്ടാ. നമ്മളിപ്പോൾ നവംബർ പകുതി ആയിട്ടുള്ളൂ. സ്നോഫാൾ വീഴാൻ തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. അല്ലെങ്കിൽ നമ്മൾ പറ്റും. കാരണം നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കുന്ന ഒരു വ്യക്തിയാവണ്ടേ. ഒരു മിഠായി ഉണ്ട് കേട്ടോ, അത് പാലിട്ടേക്കണേ. കാരണം ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് അതേപോലെയുള്ള സാധനങ്ങൾ കരുതണം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ കരുതണം കേട്ടോ. എനിക്കിപ്പോൾ ഒരാൾ തന്നാണ് മിഠായി, അത് വായിലിട്ടേക്കണോണ്ടാണ്. ആ കാണുന്നതാണ് ടണൽ റൂട്ട് കേട്ടാ. നമ്മൾ കഴിഞ്ഞ ദിവസം ടണൽ റൂട്ട് കയറാണ്ടാണ് വന്നത്. ടണൽ റൂട്ട് കയറി വന്ന ആളുകൾ ഈ ഒരു റൂട്ടാണ് വന്നത് കേട്ടാ. അതുപോലെ തന്നെ നമ്മൾ റിട്ടേൺ പോകുമ്പോൾ ഈ ഒരു റൂട്ട് കയറി വേണം നമുക്ക് റിട്ടേൺ പോകാൻ. ഇതൊക്കെ ഫുള്ള് ഇവിടെ ആർമിക്കാൻ വേണ്ട. അതുകൊണ്ടാണ് നമ്മളധികം കാണിക്കാത്തത്. കാരണം അതൊക്കെ പ്രോഹിബിറ്റഡ് അല്ലേ. അപ്പോൾ എൻ്റെ അപ്പുറവും ഇപ്പുറമൊക്കെ ഫുള്ള് ആർമിക്കാൻ വേണം. നമ്മൾ വന്ന വഴിയും ഫുള്ള് അതാർന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ വലിയ രീതിയിൽ ഷൂട്ട് ചെയ്യാനത്. അപ്പോൾ എന്തായാലും പയ്യെ ഇറങ്ങാം. കുറച്ച് ദൂരം ഇറങ്ങാനുണ്ട്. അത് എനിക്ക് ഏറ്റവുമായിരിക്കും തോന്നുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ കേട്ടോ. അപ്പോൾ പോകണമെങ്കിൽ എന്തെങ്കിലും നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താം. പിന്നെ കൂടുതലും ഈ ഒരു റൂട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാത്ത പേരൊന്നുമില്ല കേട്ടോ, ആർമിയുടെ ക്യാമ്പ് ആയതുകൊണ്ടാണ്. ഇൻ കേസ് ഇനി എന്തെങ്കിലും പ്രശ്നം ആകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ തവാങ്ങിലേക്ക് പോകണ വഴിക്കതേ 3 മലയാളികളെ കണ്ടിട്ടാ. എങ്ങനെയാണ് പേരൊക്കെ ഒന്ന് പരിചയപ്പെടുന്നത്? ജോസഫ്. എങ്ങനെ പേര്? ജോർജ്. ഡേവിസ്. തൃശ്ശൂരാണ് സ്ഥലം. ഇപ്പൊ ഇവിടെ തവാങ് അതുപോലെ തന്നെ ബുംബിലേക്ക് പോയിട്ട് വന്നാണ്. എങ്ങനെയുണ്ടാകുന്ന എക്സ്പീരിയൻസ്? എന്തെങ്കിലും മെസ്സേജ് എനിക്ക് പറയാനുണ്ടോ? ശരിക്കും ഓരോ ഇന്ത്യക്കാരനായ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും വന്ന് കാണണം. പ്രായം നോക്കണ്ട, വെച്ച് പിടിച്ചോ. പ്രായമൊന്നുമല്ല, ഒരു വിഷയമല്ല, നിങ്ങളെ ആഗ്രഹം ഒരു ഇത്. അതെ, സഞ്ചരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ വെച്ച് പിടിച്ചോ. പിന്നെ അത്രേ ഉള്ളു, അതാണ്, അത്രേ ഉള്ളു. ബുദ്ധിമുട്ടാണ്, പക്ഷേ എക്സ്പീരിയൻസ് ഭയങ്കരമല്ലേ. ഓ, എന്തായാലും നിങ്ങളെ കണ്ടതിന് സന്തോഷമായിട്ടെ. ഞാൻ ഇവിടെ ഇത്ര നേരം നിർത്തിയിട്ട് ശരിക്കും എനിക്ക് മനസ്സിലായില്ല കേട്ടാ. എങ്ങനെ പിന്നെ പറഞ്ഞപ്പോ മനസ്സിലായത്. ഓക്കെ, അത് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, ഇത് ഇത്ര ഉള്ളതുകൊണ്ടേ. ഓക്കെ, ഇനി അപ്പൊ നേരെ ഇവിടുന്ന് ബൊംഡില പോവും. അവിടെ സ്റ്റേ അടിച്ചിട്ട് ഗുവാഹട്ടി അല്ലേ? ഓ, അവിടെ നേരെ മേഘാലയ പോയിട്ടാണല്ലോ. ഓ, മേഘാലയ രജിസ്ട്രേഷൻ വന്നെ. ഓ ശരി. ഓ, ML കണ്ടി. അപ്പൊ എന്തായാലും യാത്ര ഉഷാറായിട്ട് എവിടെയൊക്കെ വെച്ച് കാണാം. താങ്ക് യു. ഓ, പിന്നെ നമ്മളെ പോണ വഴിക്കൊരു കാഴ്ച ഉണ്ട് കേട്ടാ. അപ്പൊ അത് കാണാൻ വേണ്ടി നിർത്തിയതാണ്. എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ടേ. നമ്മളിത് തവാങ് പോണ റൂട്ടാണ്. അപ്പോൾ തവാങ്ങിൽ നിന്ന് ആൾക്കാർ കണ്ടിട്ട് റിട്ടേൺ പോണ വഴിയാണ്. എൻ്റെ മോനെ, എവിടുന്നൊക്കെ വെള്ളം ഒഴിക്കാനാ, ഇത് എവിടുന്നാണ് വെള്ളം ഒഴിക്കാനാ. ഇവിടെ ഒരു ചെറിയൊരു ടെമ്പിളൊക്കെ ഉണ്ട് കേട്ടാ. അതുപോലെ തന്നെ ഈ ഒരു ബ്രിഡ്ജില്ലേ, ഈ ഒരു ബ്രിഡ്ജിൽ ഫുള്ള് ഇങ്ങനെ ടിബറ്റൻ ഫ്ലാഗ് ഇട്ടേക്കണേണ്. പക്ഷെ എൻ്റെ മോനെ, ഇതെന്താ സംഭവം നോക്കിയേ. ഓ, രക്ഷയില്ലാട്ടാ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒഴുകി തന്നെ വെള്ളത്തിനുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടിബറ്റൻ ഫ്ലാഗ് കെട്ടിയിട്ടില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ട് കേട്ടാ. ഓ, ഇതൊന്നും കാണാണ്ട് നിങ്ങൾ പോകരുതട്ടാ. ഇത് ജശ്വന്ത് ഘാട്ട് എത്തണേന് ഏകദേശം 6-7 കിലോമീറ്റർ മുമ്പായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം കാണുന്നത് കേട്ടാ. അതുപോലെ ഒരുപാട് റൈഡേഴ്സൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ആരും ഇവിടെ നിർത്തണല്ലോ എന്ന് ഞാൻ ആലോചിക്കണം. നിങ്ങൾ ആരും ഇതൊന്നും കാണല്ലേ, ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ടൊക്കെ പോന്ന്. അപ്പൊ അതെ, അവിടുന്നൊക്കെ ഒഴുകി വന്നിട്ടുണ്ടാ. ഓ, അവിടുന്നൊക്കെ ഒഴുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എനിക്ക് അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ വെള്ളം മൊത്തം ഒഴുകി വന്ന് നേരെ പോണത് ഒരു നദി പോലെയാണ് കേട്ടോ. അടിയിലേക്ക് ഒരു ചെറിയൊരു റിവറൊക്കെ ഒഴുകാനുണ്ട്. അങ്ങനെ 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 അടിയിലേക്കാണ് പോണത്. ഇത് ഭംഗിയാണല്ലോ കാണാൻ വേണ്ടി. അവിടെയൊക്കെ യാക്ക് ഉറങ്ങാനുണ്ട് കേട്ടാ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. നോക്കിയേ, യാക്കൊക്കെ വെയിലും കൊണ്ട് ഉറങ്ങണേട്ടാ. ശരിക്കുന്നുണ്ടല്ലോ -6 -7 യാക്കിക്കുന്നത്. അതിൽ കൂടുതൽ ടെമ്പറേച്ചറിലൊക്കെ പിടിച്ചിക്കോട്ടെ, 10, 20, 30 അതിന് മേലിലൊക്കെ പിടിച്ചിരിക്കുന്നു തോന്നുന്നുണ്ട് യാക്കള്. അതിൻ്റെയൊക്കെ ഒരു ഓമങ്ങൾ അങ്ങനെയുണ്ടാ. അതുകൊണ്ടാണ്. പക്ഷെ അമ്മക്കൊക്കെ ഒരു എത്ര 5 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷെ സമ്മതിക്കണോട്ടാ. ഓ, എന്ത് ഭംഗിയാണല്ലേ കാണാൻ വേണ്ടി. നമ്മളെ പോണേക്ക് കണ്ടൊരു മറ്റൊരു കാഴ്ചയാണ്. ഇപ്പൊ അവിടെ നിന്നൊക്കെ ഇറങ്ങിയേട്ടാ. നേരത്തെ നമ്മൾ കണ്ട ഒരു വെള്ളമില്ലേ, അത് ഒഴുകി വന്നെ ഇങ്ങനെ കേട്ടാ. എൻ്റെ പൊന്നോ, ഇത് കണ്ടിട്ടെനിക്ക് ഇറങ്ങി ചാടാൻ തോന്നുന്നുണ്ട്. സത്യമായിട്ട് എനിക്ക് ചാടാൻ തോന്നുന്നുണ്ട്. പക്ഷേ നല്ല തണുപ്പാട്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാനത് ഇപ്പോഴും ഈ ജാക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ ഒരു കട്ടിയുള്ള നല്ല കട്ടിയുള്ള ഉടുപ്പ്, അതിൻ്റെ ഉള്ളിലൊരു തെർമല്, അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ടീഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത്. നല്ല തണുപ്പുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇറങ്ങി ചാടും, ഉറപ്പറിഞ്ഞേനെ. പക്ഷെ എൻ്റെ മോനെ, ഒരു രക്ഷയില്ലെന്ന് പറയാൻ രക്ഷയില്ല കേട്ടാ. ഇതൊക്കെ കണ്ടിട്ട് എന്താ പറയാ. അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ പോകണുണ്ട് കേട്ടാ. ഇതൊക്കെ ഫുള്ള് ഇങ്ങനെ മേളിന്ന് ഇടിഞ്ഞ് വീണേക്കണേട്ടാ. ഓ, എന്തായി പറയാന്ന് അറിയില്ലല്ല. ഫുള്ള് നോക്കിയ സ്ലൈഡിങ് ഉണ്ടായിട്ട് ഇങ്ങനെയാണ്. ശരിക്കും ഈ ഒരു റിവർ കുറച്ചും കൂടെ വലുതാണ് കേട്ടാ. ഈ ഒരു സ്ലൈഡിങ്ങിനെ തുടർന്നാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. നോക്കിയേ, അടിയൊക്കെ ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട് കേട്ടാ. ഓ, നമ്മളിപ്പോൾ ഉള്ളത് ജശ്വന്ത്ഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ കാണുന്നതാണ് ജശ്വന്ത്ഗർ.
അപ്പോൾ അങ്ങാടേക്ക് നമ്മൾ പോകണം. അതിന് മുമ്പ് ഒരു കിടിലം കാഴ്ചയാണ് കേട്ടാ. എൻ്റെ മോനെ ആ മലയിൽ നോക്കി നിങ്ങൾ, ഫുള്ള് മഞ്ഞ് വീണടക്കണ കേട്ടാ. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അതുപോലെയൊക്കെ ഇവിടെയൊക്കെ പലയിടത്തും ഫ്രീസായി കിടപ്പുണ്ട്, തണുപ്പടിച്ചിട്ടെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടാ. നിങ്ങളൊന്ന് ആസ്വദിക്കട്ടാ. ഞാൻ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കാം. എന്തായാലും ഒന്ന് കണ്ടാൽ ആസ്വദിക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ. അതുപോലെ തന്നെ പട്ടാളത്തിൻ്റെ വണ്ടികളൊക്കെ ഒരുപാട് പോണ റൂട്ടാണിത്. നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിലെ നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഏകദേശം 50 രൂപക്ക് ദാൽ ചാവലൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ടാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ജശ്വന്ത്ഗർ എന്നാണ് പറഞ്ഞത്. ഇത് ശരിക്കും ഒരു വാർ മെമ്മോറിയലാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ ജശ്വന്ത്ഗർ എന്ന് പറഞ്ഞൊരു പട്ടാളക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മക്കായിട്ട് സ്ഥാപിച്ച ഒരു വാർ മെമ്മോറിയലാണ് കേട്ടോ. നമ്മളിപ്പോൾ കയറാനുള്ള റിട്ടേൺ വന്നിക്ക് കയറാമെന്ന് വെച്ച്. കാരണം നമ്മളിവിടെ നിന്ന് ഇപ്പം പെട്ടെന്ന് ഇറങ്ങുന്നതാണ്. എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയായാലും ബുംലാക്ക് പാസ് കയറണം. നമ്മൾ വൈകുന്തോറും അവിടെ മഞ്ഞ് വീഴ്ച കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബൈക്ക് അലൗഡ് ആണെങ്കിലും സൈക്കിൾ അലൗഡ് ചെയ്യാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ പെട്ടെന്ന് പോണത്. ഇത് നമുക്ക് റിട്ടേൺ വന്നിക്ക് കയറി കാണാം, ഒരു കുഴപ്പമില്ല. അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് അതുപോലെ തന്നെ ക്ലോസ് ചെയ്യൊന്നുമില്ല കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതേപോലെ വന്നിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഇതെല്ലാം ടൂറിസ്റ്റ് വണ്ടികളാണ് കേട്ടോ. എന്തായാലും നമ്മൾ പയ്യെ മുന്നോട്ട് പോകണേണ്. അപ്പോൾ എന്താവും എങ്ങനെയാവും എന്നൊരു പിടുത്തമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു സോക്സ് മേടിച്ചേട്ടാ, ഫുള്ളും സോക്സ്. പിന്നെ 200 രൂപ, അതും ഇവിടെ നിന്നാണ് മേടിച്ചത്. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. എന്തായാലും നമുക്ക് സെറ്റായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് റൈഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കുറച്ച് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് റൈഡേഴ്സ് ക്ലബ്ബൊന്നും പരിചയമില്ല കേട്ടോ. അതിവിടെ ആസാമിലും മേഘാലയയിലും അതുപോലെ നോർത്ത് ഈസ്റ്റിലൊക്കെയുള്ള റൈഡേഴ്സിൻ്റെയൊക്കെ കൂടുതലുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളെ ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. നമ്മൾ പോകേണ്ട റൂട്ടാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഇറങ്ങി വേണം കേട്ടോ പോകാൻ. ടൂറിസ്റ്റ് വണ്ടികളൊക്കെ ഇഷ്ടംമാതിരി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന വില്ലേജാണ് ജങ് എന്ന് പറഞ്ഞ കേട്ടോ. അതുപോലെ തന്നെ തവാങ് കാറ്റത്തെ സൈഡിലായിട്ട് വരും. ഇവിടെ നിന്ന് വിസിബിൾ അല്ല കേട്ടോ, കാരണം ഫുള്ള് കോടയുണ്ട്. ആ ഒരു ഭാഗത്ത് എന്തോ കേട്ടോ തവാങ് വന്നത് ഉണ്ടല്ലേ. അവിടെ എവിടെയാണ് തവാങ്. തവാങ്ങിൽ മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ കോട വന്നിട്ടാ. അങ്ങനെ ഈ കാണുന്നതാണ് ജങ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. നല്ല തണുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. ശരിക്കും അരുണാചലിലെ എല്ലാ പ്ലേസും കാണാൻ ഭയങ്കര മനോഹരമാണ് കേട്ടോ. ഇതിൻ്റെ ലോങ് വ്യൂ ആണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഡ്രോണൊന്നും ഇല്ലാത്ത സമയത്ത് ഇതേപോലെയുള്ള കാഴ്ചകൾ ഇത്രയും മേളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ദാ കാണില്ലേ, അതാണ് കേട്ടോ തവാങ്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇനി പോണത്. തവാങ്ങിൽ ഇതുവരെ മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടില്ല. പക്ഷേ അറിയില്ല കേട്ടോ. ഇനി നമ്മുടെ ലക്ഷ്യം തവാങ്ങാണ്. അപ്പോൾ നമ്മൾ റിട്ടേൺ വന്ന വഴിയാണ് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ആദ്യം തവാങ്, അവിടെ നിന്ന് ബുംല, അതിന് അവിടെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ നമുക്ക് യാത്രകളും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഈ ഒരു ബുദ്ധിസ്റ്റിൻ്റെ ഏരിയ കൊണ്ട് ചെറിയ ചെറിയ ടെമ്പിളുകൾ പോലത്തെ, അതായത് ടെമ്പിളുകളല്ല, ഇത് ഇവരുടെ ഒരു ബെല്ലാണ് കേട്ടോ, മറ്റേ ആ മന്ത്രങ്ങളല്ല. പിന്നെന്താ പറയണതെന്ന് എനിക്കറിയില്ല, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് കേട്ടോ മക്കളുടെ വ്യൂ. നമ്മൾ അവസാനം ടെൻ്റ് അടിച്ചേട്ടാ. അപ്പം നമുക്ക് ഭക്ഷണം മേടിച്ചു തന്നത് ഈ ഒരു ഭയ്യാണ്. ഹായ് ഭയ്യ, आपका नाम क्या है भैया? कृष्णा भवेंद्रनाथ। अच्छा, आपको कहाँ के है? तेजपुर असम। तेजपुर है। अच्छा, किधर से आएगा आज? आज मैं बमला से आया। बमला से आएगा। अच्छा, हाय भैया, आप लोग का नाम क्या है? मेरा नाम दान है। दान है। कहाँ से हो आप? मैं तेजपुर। अभी तो बुमला में आएगा ना? नहीं, बुमला से भी आगा, मैं चाइना से आया। चाइना से बॉर्डर से आया? मैं बोलना से आया। अच्छा, वहाँ में तो मौसम कैसे हो? अभी तो फिलहाल बर्फ गिरना शुरू हो गया। अच्छा, बमला में भी बर्फ गिर रहा है। हाँ, डंपिंग में भी बर्फ गिर रहा है। अच्छा, हल्का हल्का गिर रहा है, ज़्यादा नहीं गिर रहा। ज़्यादा नहीं है ना, हल्का हल्का। ओ, आपका नाम क्या है? अच्छा, आप तेजपुर से आए? अच्छा, നൗഗാവ്. ഇന്ന് നമ്മൾ ടെൻ്റ് അടിച്ചത്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഭയ്യ താങ്ക് യു ഭയ്യ.